ಕೊಡಗು ಜಿಲ್ಲೆಯಲ್ಲಿ ಶ್ರದ್ಧಾ ಭಕ್ತಿಯಿಂದ ಈದ್ ಮಿಲಾದ್ನ ಶುಕ್ರವಾರ ಆಚರಣೆ ಮಾಡಲಾಯಿತು. ಹಲವೆಡೆ ಮೆರವಣಿಗೆಗಳು ನಡೆದವು. ಮಸೀದಿಗಳಲ್ಲಿ ವಿಶೇಷ ಪ್ರಾರ್ಥನೆಗಳು ನೆರವೇರಿದವು. ಮುಸಲ್ಮಾನ ಬಾಂಧವರ ಮನೆಗಳಲ್ಲಿ ಮಕ್ಕಳು ಹೊಸ ಬಟ್ಟೆಯನ್ನು ತೊಟ್ಟು ಹಬ್ಬವನ್ನು ಸಂಭ್ರಮದಿಂದ ಆಚರಣೆ ಮಾಡಿದರು. ಮಡಿಕೇರಿಯಲ್ಲಿ ಬದ್ರಿಯಾ ಜಮಾತ್ ವತಿಯಿಂದ ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಲಾಯಿತು. ನಗರಸಭೆ ಸದಸ್ಯ ಅಮೀನ್ ಮೊಹಿಸಿನ್ ಅವರು ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸಿದರು. ಧರ್ಮಗುರು ಸದರ್ ಹನೀಫ್ ಫೈಜಿ ಅವರು ಧರ್ಮ ಸಂದೇಶವನ್ನು ನೀಡಿದರು. ಅಲೀಲ್ ಲತೀಶಿ ಪಾಲ್ಗೊಂಡಿದ್ದರು. ಸಂಜೆ ಮಕ್ಕಳ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳು ಜರುಗಿದವು. ಹಬ್ಬದ ಪ್ರಯುಕ್ತ ಸೆಪ್ಟೆಂಬರ್ 7ರಂದು ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಯಿಂದ ಮಡಿಕೇರಿಯಲ್ಲಿ ಬೃಹತ್ ಮೆರವಣಿಗೆ ನಡೆಸಲಾಯಿತು. ಗದ್ದಿಗೆಯಿಂದ ಆರಂಭಗೊಂಡ ಮೆರವಣಿಗೆ ಮಹದೇವಪೇಟೆ ಮುಖ್ಯ ರಸ್ತೆಯಲ್ಲಿ ಸಾಗಿ ಇಂದಿರಾ ಗಾಂಧಿ ವೃತ್ತದ ಮೂಲಕ ಹಳೆಯ ಖಾಸಗಿ ಬಸ್ ನಿಲ್ದಾಣವನ್ನು ತಲುಪಿ ಅಲ್ಲಿಂದ ಮರಳಿ ಗಣಪತಿ ಬೀದಿಯ ಮೂಲಕ ബദ്രിയ മസീദിയെന്ന് തൽപ്പിച്ചു. ജീവിതത്തിൽ ഒരു പരിപൂർണമായ ഒരു ബദലാവണ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളെ ഇസ്ലാം ചൊല്ലെങ്കിൽ ഭാരി കഠോര ഗംഭീര കഷ്ടം എന്നല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇസ്ലാമിനെ പരിചയാക്കി അൽ ഹനീഫിയത്ത് സംഹതു. ഒരു ഇസ്ലാം ചൊല്ലെങ്കിൽ അത് ചൊമ്മ സിംപിൾ പിന്നെ ചൊമ്മ സുലഭമാണ്. ഞങ്ങൾ അത്ര കഷ്ടം പോകുന്നില്ല. ചൊമ്മ കഷ്ട ആക്കിയിട്ട് അതിൽ എടുത്തു പോകുന്ന ക്ഷമാപണം. അത് ഇസ്ലാം അല്ലാതെ ഭാഷയിൽ അത് ഹനഫിയത്ത് സംഹതു. അത് ചൊമ്മ സുലഭം പിന്നെ ചൊമ്മ സിമ്പിൾ ഈസി. ചൊമ്മ ഈസി. അപ്പൊ ഇതില് കഷ്ടാക്കിയിട്ട് ചൊമ്മ പരിശ്രമം എടുത്തിട്ട് ഇല്ലാതെ പുതിയ പുതിയ ഞങ്ങളെ കഷ്ടകരമായ ഒരു ജീവനശൈലിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിലെ ഇന്നത്തെ തരത്തിൽ അതിന്റെ പ്രൊജക്ഷൻ ആക്കാൻ പോകുന്ന തീരാച്ചോടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആർക്ക് വേണ്ടിയാണ്, ആരെ ബോധ്യപ്പെടുത്താനാണ്? ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. അത് അറിയാതെ ആയി പോകുന്ന ഏറ്റവും വലിയ സങ്കടമാണ് മടിക്കേരി മഹല്ലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നബിദിനത്തിന്റെ പേരിൽ വലിയൊരു മീലാദ് റാലി നമ്മൾ സംഘടിപ്പിച്ചു. അതിൽ കുറെ ഒച്ചപ്പാട് ബഹളങ്ങൾ ഉണ്ടാക്കി തക്ബീർ ധ്വനികൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് എല്ലാവരും സമാപ്തി കുറിച്ചു. എന്താ അതിന് കിട്ടിയ നേട്ടം? നമുക്കുണ്ടായ തൃപ്തിയും പൊരുത്തവും അല്ലാഹു റസൂലിന് ഇഷ്ടപ്പെട്ട എന്ത് പ്രവർത്തനമാണ് ആ റാലി നമുക്കുണ്ടായത്? Allah